ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 6-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1299 ഇടവമാസം 23-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 16-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി അമാവാസ്യ തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 9:18 രോഹിണി നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 8:18 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 9:18 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 8:18 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രം എന്നത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ഇടവക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. രോഹിണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. അതുപോലെ തന്നെ ഭൂതം ഭൂമിയാണ്, മൃഗം നൽപ്പാമ്പാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം ഞാവലാണ്. ഇവരുടെ ജനനം ചന്ദ്രദശയിലാണ്. അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ചന്ദ്രദശാകാലമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ അഭിമാനികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. സൗന്ദര്യമുള്ളവരാണെന്ന് പറയുന്നു, സൽസ്വഭാവികളാണെന്ന് പറയുന്നു, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്നൊക്കെ ജ്യോതിഷം പറയുന്നു. എപ്പോഴും നീതിയുടെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതകരെന്നും പറയുന്നു. ഇവർ ഏത് രംഗത്തായാലും ഉയർച്ച പ്രാപിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. എന്ത് ജോലി നിർവഹിക്കുന്നതിലും ഇവർ സമർത്ഥരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കാനും അത് ആവിഷ്കരിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ഇവർക്ക് താല്പര്യമുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സുന്ദരികളാണ്, പതിവ്രതകളാണ്. കുറച്ചു പേർക്ക് എല്ലാവിധമായ സുഖ സൗകര്യ സൗഭാഗ്യങ്ങളോട് കൂടിയ കുടുംബജീവിതം നയിക്കുവാൻ, ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഒക്കെ കഴിയും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏറെക്കുറെ കൂടുതൽ ആൾക്കാർക്കും കഷ്ടതയും കണ്ണുനീരുമാണെന്നും ജ്യോതിഷം ആ കൂടെ തന്നെ പറയുന്നുണ്ട്. രോഹിണി നക്ഷത്ര ജാതകർ തിരുവാതിര, പൂയം, മകം, ചോതി, മൂലം, പൂരാടം, തിരുവാതിര, പൂയം, മകം, ചോതി, മൂലം, പൂരാടം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യുവാൻ. പരാജയം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം വിലക്ക് കൽപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി രോഹിണി നക്ഷത്ര ജാതകർ കേൾക്കുക, അനുസരിക്കുക, അതുപോലെ തന്നെ ചെയ്യുക. രോഹിണി നക്ഷത്ര ജാതകരുടെ ദശാകാലം ആരംഭിക്കുന്ന ദശാകാലം എന്ന് പറയുന്നത് ചന്ദ്രദശാകാലമാണ്. ചന്ദ്രദശാകാലം 10 വർഷമാണ്. എല്ലാവർക്കും 10 വർഷം കിട്ടണമെന്നില്ല, കിട്ടുന്നവരുമുണ്ട്. നമുക്കൊരു ഉദാഹരണത്തിന് വേണ്ടി ഒരു 7 വർഷം ഒരു കുട്ടിക്ക്, രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് ആദ്യത്തെ ദശാകാലമായ ചന്ദ്രദശാകാലം 7 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. ആ കുട്ടിയുടെ 7 വയസ്സ് വരെയും ചന്ദ്രദശാകാലമായിരിക്കും. പിന്നീട് തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്നത് ചന്ദ്രദശാകാലം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദശാകാലം കുജദശാകാലമാണ്. അത് 7 വർഷമാണ്. അപ്പോൾ ആ കുട്ടിക്ക് 14 വയസ്സായി. ഈ 7 വർഷം കുജദശാകാലം കഴിഞ്ഞാൽ പിന്നെ 18 വർഷം രാഹുവിൻ്റെ ദശാകാലമാണ്. ഈ രാഹുവിൻ്റെ ദശാകാലം ഇവരുടെ ജീവിതം മാറി മറിയുന്നൊരു സമയമാണ്. പലരുടെയും ജീവിതം കൈവിട്ടു പോകും, പലരും പ്രതിസന്ധിയിലാകും, ചിലർക്ക് വിദ്യാഭ്യാസം മുടങ്ങും. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ ഇവർ ഈ രാഹുവിൻ്റെ ദശാകാലത്ത് നേരിടും. അപ്പം 14, 18, 32 വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവിൻ്റെ ഒരു സമയമാണ്. ചിലർ പ്രേമകാര്യങ്ങളിൽ അകപ്പെട്ട് പ്രേമവിവാഹത്തിൽ കൂടി അവരുടെ ജീവിതം അങ്ങനെ അങ്ങ് പോകും. ചിലർ പഠിച്ചിട്ട് ജോലിയില്ലാതെ നിൽക്കും, ചിലർക്ക് ശരിയായുള്ള ജോലി കിട്ടത്തില്ല. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഈ സമയത്തൊക്കെ രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ സമയത്ത് രാഹുവിൻ്റെ ദശാകാലം, രാഹു ജനിക്കുന്ന സമയത്ത് രാഹുവും കേതു മനുഷ്യസ്ഥാനസ്ഥിതിയാണെങ്കിൽ എത്രയും വേഗം ദോഷപരിഹാരം ചെയ്യണം. രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവരുടെ ഭാവി സുരക്ഷിതമാകുള്ളൂ. നല്ല ജോലിയൊക്കെ ഇട്ട് വിദ്യാഭ്യാസപരമായി മുന്നേറുവാൻ വേണ്ടി രാഹു തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ രാഹുവിൻ്റെ തടസ്സത്തെ ഒഴിവാക്കണം. അതിനുള്ള ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത് പ്രിയപ്പെട്ടവർ, അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ മക്കളുടെ കാര്യമാണെങ്കിൽ അത് ആത്മാർത്ഥത്തോടുകൂടി ചെയ്യണം. മക്കൾ ഇതിൽ നിന്നും വിശ്വസിക്കുന്ന പ്രായമല്ല ഈ പ്രായമൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പ്രത്യേകം ശ്രദ്ധയോടുകൂടി കേട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കണം. ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കി കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവിയാക്കി മാറ്റണം. അതിനുവേണ്ടി മാതാപിതാക്കൾ ശ്രമിക്കണം എന്നുള്ള പറയാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ രാഹുവിൻ്റെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശാകാലമാണ്. അപ്പോൾ 14,
32 6 38 10 48 വയസ്സുകൊണ്ട് വ്യാഴദശാകാലം തീരും. ഒട്ടുമിക്ക ആൾക്കാർക്കും വ്യാഴദശാകാലം അനുകൂലമായൊരു സമയമാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അതൊരു പ്രത്യേകത ഉള്ള കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള അവരുടെ 11ാം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. അപ്പോൾ അവർ ജനിച്ച സമയത്ത് ഈ വ്യാഴം അനുകൂല സ്ഥാനസ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തിൻ്റെ ദശാകാലം അവർക്ക് വളരെ സൂപ്പറായിരിക്കും. ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. വീട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ പറ്റും, വസ്തു വാങ്ങിക്കാൻ പറ്റും, വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ജീവിതത്തിലൊരു അഭിവൃദ്ധിയുടെ കാലമാണ് വ്യാഴദശാകാലം. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഈ നല്ല സമയമാണോ എന്നൊക്കെ നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നല്ല സമയമാണെങ്കിൽ ദശാകാലമൊക്കെ നല്ലതാണെങ്കിൽ 2-3 വർഷത്തേനൊക്കെ നല്ല ശോഭനമായ സമയമാണെങ്കിൽ ആ സമയമൊക്കെയാണ് വലുതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു കാർ വാങ്ങിക്കണമെങ്കിൽ ആ സമയത്ത് തവണ വ്യവസ്ഥയിൽ പോലും 3 വർഷത്തേന് തവണ ഇട്ട് കാർ വാങ്ങിക്കാം, ബൈക്ക് വാങ്ങിക്കാം, സ്കൂട്ടർ വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ അനുകൂലമായ സമയത്ത് തന്നെ ഇങ്ങനെ നോക്കി ചെയ്യണം. അപ്പോൾ ഈ വ്യാഴദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശനി ദശാകാലമാണ്. 19 വർഷമുണ്ട്. അപ്പം 48 കഴിഞ്ഞാൽ 19 വർഷം, 48, 9, 57, 10, 67 വയസ്സ് വരെ ശനിദശാകാലമാണ്. ശനിദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലമാണ്. 67, 74 മതി, 84 വയസ്സുകൊണ്ട് ബുധദശാകാലം തീരും. 84 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 7 വർഷം രാഹു അല്ല കേതു ദശാകാലം. 87, 94 കേതുവിൻ്റെ ദശാകാലം 94 വയസ്സുകൊണ്ട് തീരും. 94 കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രദശാകാലമാണ്. അത് അങ്ങനെ 114. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നതെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ കയ്യിൽ ഗ്രഹനിലയുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത ദശാകാലമായ കുജദശാകാലം 7 വർഷം അതുകൂടെ കൂട്ടുക. അപ്പോൾ 5 വർഷം 5 മാസം 5 ദിവസം എന്നുള്ളതാണെങ്കിൽ 5ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 7, 5, 12 വയസ്സ് 5 മാസം 5 ദിവസം എന്നുള്ള കണക്കിലേക്ക് വന്നു ചേരും. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും കൂട്ടിപ്പോയാൽ ഇപ്പോഴുള്ള പ്രായവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദശാകാലത്തൂടെയാണ് ജീവിതം പോകുന്നതെന്ന് അറിയാൻ പറ്റും. ദശാകാല അനുഭവങ്ങൾ നല്ലതാണെങ്കിൽ ഭഗവാന് കിട്ടുന്നതിൻ്റെ വീതമൊക്കെ കൊടുക്കുക. മോശമാണെങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദോഷപരിഹാര പൂജകളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുക. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം രോഹിണി നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. രോഹിണി നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നവർ ഉത്രം, അത്തം, അശ്വതി, ഉത്രട്ടാതി, തിരുവോണം, ഔട്ടം, കാർത്തിക എത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരും. ഉത്രം, അത്തം, അശ്വതി, ഉത്രട്ടാതി, തിരുവോണം, ഔട്ടം, കാർത്തിക ഈ നാളുകാർക്കെല്ലാം നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് പൂരുട്ടാതി, രേവതി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. പൂരുട്ടാതി, ഭരണി, രേവതി, ചോതി, വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട്. പൂരുട്ടാതി, രേവതി, ഭരണി, ചോതി, വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സാധാരണ ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും, സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി നാളെ വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശുഭദിനമാണ്. ആ ശുഭദിനത്തിലെ പ്രധാനപ്പെട്ട സമയം, ശുഭസമയങ്ങൾ ജ്യോതിഷം എടുത്തു പറഞ്ഞിരുന്നു. അതൊന്ന് കേൾക്കാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6 മണി 7 മിനിറ്റ് മുതൽ 9 മണി 7 മിനിറ്റ് വരെ ശുഭസമയമാണ്. അതിനുശേഷം 10 മണി 37 മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് 1 മണി 37 മിനിറ്റ് വരെ ശുഭസമയമാണ്. 1:37 കഴിഞ്ഞാൽ പിന്നെ രാഹു ആരംഭിക്കുകയാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ ആ 1:37 വരെ ശുഭസമയമാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 6 അങ്ങനെ ഏതൊരു മാസത്തെ 6, 15 അതുപോലെ തന്നെ 24 എന്നീ തീയതികളിൽ ജനിച്ചോടെ ജന്മസംഖ്യ 6 വരുന്നു. 24 2 + 4 = 6 അങ്ങനെയാണ് ഈ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ 6 വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കൂടുതൽ നല്ല മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ, അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ആ കാര്യം സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ആ കാര്യം ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക.
ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടി ഈ വീഡിയോ കേൾക്കുക, കാണുക. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്, അത് നോക്കി വാട്സപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ഞാൻ ഫോണിൽ കൂടി നിർദ്ദേശിച്ച് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് സത്യസന്ധതയോടുകൂടി എന്നെ സമീപിക്കാം. ഞാൻ അതിന് മറുപടി തന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും, നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഇനി നമ്മൾ നക്ഷത്രഫലമാണ് ചിന്തിക്കാൻ പോകുന്നത്. നക്ഷത്രഫലം എന്നുള്ളത് നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. ആരെയും ഭയപ്പെടുത്തുന്നൊരു കാര്യമൊന്നുമില്ല. നാളെ നമ്മുടെ ജീവിതാനുഭവം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾ നേടുന്നു, അത്രമാത്രം ചിന്തിക്കുക. അപ്പോൾ നാളത്തെ നക്ഷത്രഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽ സംബന്ധമായി നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. അധികാര ശക്തിയുള്ള ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. ഗ്രന്ഥകാരനാകുവാൻ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ വിജയിക്കുന്നൊരു സമയമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള അനന്തരമായ സാധ്യതകളുള്ള ഒരു ദിവസമാണ്. എവിടെയും എങ്ങനെയും സാധ്യതകൾ വന്നു ചേരുന്ന ദിവസമാണ്. സ്ത്രീ മുഖേന, ഭാര്യ മുഖേന, വിവാഹം ആലോചിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി മുഖേന, അപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകൾ മുഖേനയും ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് പോകുമെങ്കിലും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തികരമായ അനുഭവങ്ങൾ നാളത്തെ ദിവസവും പ്രതീക്ഷിക്കേണ്ട. പൂർണ്ണമായിട്ടും പിതാവ് സഹകരിക്കുന്ന ഒരു സമീപനമല്ല പിതാവിൻ്റേത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് എന്ന് തന്നെ വിശ്വസിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ആഭരണം വന്നു ചേരുന്ന ദിവസമാണ്. ധനനേട്ടമുള്ള ദിവസമാണ്. ദീർഘായുസ്, ആരോഗ്യം, നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ പുത്രഗുണം വന്നു ചേരുന്ന, സൽപുത്ര ഭാഗ്യം വന്നു ചേരുന്ന ദിവസമാണ്. പ്രശസ്തിയും അംഗീകാരങ്ങളൊക്കെ നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതാനുഭവങ്ങൾ പിശുക്കരായി മാറുന്നൊരു ദിവസമാണ്. അലസത, കാര്യപ്രാപ്തിക്കുറവൊക്കെ അവരിൽ അനുഭവപ്പെടുന്ന ദിവസമാണ്. ജോലിയിൽ നിന്നുള്ള വരുമാനം അവർക്ക് തികഞ്ഞു പറ്റാത്ത ദിവസമായിരിക്കും നാളത്തെ ദിവസം. തിക്താനുഭവങ്ങളാൽ അവർ വേദനിക്കും. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് പൂർവികമായ ധനത്തെ കിട്ടാൻ വഴിയുണ്ടോ എന്നുള്ളത് ആലോചിച്ച് കിട്ടാനുള്ളവർ അത് വാങ്ങിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. പ്രത്യേകിച്ച് പുരുഷ ജാതകർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഭർതൃഭാഗ്യം, അതുപോലെ തന്നെ പുത്രഗുണമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണെങ്കിലും പുരുഷ ജാതകരൊക്കെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. തിക്താനുഭവങ്ങൾ, ധനം തേകാത്ത അവസ്ഥ, പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നാളത്തെ ദിവസം ഭർതൃഭാഗ്യം, സൽസന്താന യോഗം, പുത്രഗുണം, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാർക്ക് ധനനേട്ടം, ധനയോഗം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിച്ച് ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുന്ന ദിവസമാണ്. ശാസ്ത്രജ്ഞാനം വളരുന്നൊരു ദിവസമാണ്. കൃഷികാര്യങ്ങളിൽ കൂടി താല്പര്യം വർദ്ധിച്ച് അതുവഴിയുള്ള ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം. തൻ്റെ ധനം ബന്ധുമിത്രാദികളുടെ ഉയർച്ചയ്ക്ക് ഉന്നമനത്തിനും വേണ്ടി ചെലവഴിക്കുന്നൊരു ദിവസവുമാണ്. അനേക വിധത്തിലുള്ള ധനലാഭം ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാർ അറിഞ്ഞുകൊള്ളുക. അവരുടെ ധനം മറ്റുള്ള കാര്യത്തിനു വേണ്ടി അവർ വിനിയോഗിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ വിനിയോഗിക്കാനൊരു മനസ്സുണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയാകാം, ഭാര്യയ്ക്ക് വേണ്ടിയാകാം, ഭാര്യയുടെ ബന്ധുക്കൾക്ക് വേണ്ടിയാകാം, തൻ്റെ ആ ജാതകൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയാകാം. അങ്ങനെ ബന്ധുമിത്രാദികളുടെ ഉയർച്ചയ്ക്ക് ഉന്നമനത്തിനും വേണ്ടി താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അങ്ങനെ അനേക വിധത്തിലുള്ള ധനലാഭവും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ്, അല്ലെങ്കിൽ ആ ജാതകൻ ഉണ്ടാകുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ട്, കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ ദിവസമാണെന്നാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുന്ദരമായ ഒരു ഗ്രഹം ഉണ്ടാകുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. നീതിയും മര്യാദയും മാന്യമായ തൊഴിലുമൊക്കെ നാളത്തെ ദിവസം ഉണ്ടായിരിക്കുന്നൊരു ദിവസമാണ്. സ്വജനങ്ങളിൽ വെച്ച്, ബന്ധുജനങ്ങളിലൊക്കെ വെച്ച് അറിയപ്പെടുന്നൊരു ദിവസമാണ്. അവരുടെ മുമ്പാകെ അറിയപ്പെടുവാനും അവരുടെ മുമ്പാകെ ശോഭിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. അവർ ബഹുമാനിക്കപ്പെടുവാനൊക്കെ സാധ്യതയുണ്ട്. ഈശ്വരവിശ്വാസം വർദ്ധിച്ച് ഈശ്വരവിശ്വാസത്തിൽ കൂടി
മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുകയും അങ്ങനെ അവരുടെ കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന നല്ലൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്, എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നു, നല്ല ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നൊരു ദിവസമാണ്. പ്രത്യേക താല്പര്യം ഉണ്ടാകുന്ന ദിവസമല്ല. പുത്രഗുണം, കീർത്തി എന്നിവ വന്നു ചേരാം. തൊഴിൽഗുണമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്, മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു, പിതാവിൻ്റെ സ്ഥിതി അനുകൂലം. അങ്ങനെ എല്ലാം കൊണ്ട് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം താമസിക്കുന്ന സ്ഥലം വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ഇപ്പോൾ താമസിക്കുന്ന വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം നാളത്തെ ദിവസം വന്നു ചേരും. ഒന്നുകിൽ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ ഭർത്താവിന് സുഖമില്ലാത്ത അവസ്ഥ വരും. ദാമ്പത്യ ജീവിത അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ കുറവായിരിക്കുന്നൊരു ദിവസമാണ്. ധനഹാനി, മനോദുഃഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സൗഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ജീവിതത്തിൽ സൗഭാഗ്യം എന്തെന്നറിയാൻ പോകുന്നൊരു ദിവസമാണ്. സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ്. ധനധാന്യ ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. സൗന്ദര്യ ബോധം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിച്ച് ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം എടുക്കുന്ന ഒരു ദിവസമാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ താല്പര്യം കാണിക്കുന്ന ദിവസമാണ്. പലരും വിദേശത്ത് നാളെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം നല്ലതുപോലെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അനുജം കേട്ട നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണവും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമെങ്കിലും നാളത്തെ ദിവസം മാതാവിന് രോഗദുരിതങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും നടക്കാൻ വരുമ്പോൾ പരാതി പറയും, പിറുവിറുക്കുന്നൊരു അനുഭവം ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം പൂർണ്ണമായിട്ടും വന്നു ചേരുക. തൃപ്തികരമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. ഏറെക്കുറെ അനുകൂലമായ രീതിയിൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും പോകുമെങ്കിലും തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ 2 പാദം നാളുകാർക്ക് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ 2 പാദം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല. വ്യാഴമാറ്റം കൊണ്ട് അവരുടെ ജീവിതത്തിൽ കാര്യമായ ഒരു നേട്ടവും സംഭവിക്കാത്ത സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. സമ്പത്തും നല്ല പുത്രന്മാരും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അവർക്കത് നഷ്ടപ്പെട്ടു പോകുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുരോഗതി അനുഭവിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക. എന്നാൽ ചിലർക്കൊക്കെ നല്ല സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. സകല ശാസ്ത്ര വിഷയങ്ങളിലും അറിവ് നേടുവാൻ താല്പര്യം കാണിക്കുന്ന ദിവസമാണ്. സൽസ്വഭാവിയായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ജീവിതത്തിൽ കുറേ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നവരുണ്ട്. കുറച്ച് പേർക്കൊക്കെ ലഭിക്കും, കുറച്ച് പേർക്കൊക്കെ വളരെ മോശമായ അനുഭവമായിരിക്കും. നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ 2 പാദം നാളുകാർ അറിഞ്ഞുള്ളൂ. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ 2 പാദം ചതയം പുരട്ടാതി മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം പലതരത്തിൽ ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വാഹനയോഗം, വീട്, വസ്തു, വാഹനം, അതുപോലെ തന്നെ ഭൂമി ഇതൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. ശത്രുവിന് നാശം സംഭവിക്കുന്നൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കും. എല്ലാവരും ബഹുമാനിക്കുവാൻ തക്ക അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. കാരണം ഒട്ടുമിക്ക ആൾക്കാർ നാളത്തെ ദിവസം വീടോ അല്ലെങ്കിൽ വസ്തുവോ, വീട് വാങ്ങിക്കോ, വസ്തു വാങ്ങിക്കോ, അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കോ, വാഹനം ബുക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അങ്ങനെ അംഗീകാരമൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. എല്ലാവരാലും ബഹുമാനം ലഭിക്കുന്ന ദിവസമാണ്. സമ്പത്തും നല്ല വീടും പുതിയ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ നല്ല അനുഭവങ്ങൾ നേടിയെടുക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർ അതിനുവേണ്ടി പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം
അലസത, കാര്യപ്രാപ്തിക്കുറവൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്കൊരു താല്പര്യക്കുറവ്, ഏത് കാര്യത്തിനും മടിയായിരിക്കും. നാളത്തെ ദിവസം എന്തിനും മടിയായിരിക്കും. സ്ഥിര ജോലിയും സ്ഥിര വരുമാനം ഉള്ളവരൊഴിച്ച് മറ്റുള്ളവർക്കൊക്കെ അലസത, കാര്യപ്രാപ്തിക്കുറവ്, തടസ്സം, ജോലിയിൽ നിന്നുള്ള വരുമാനക്കുറവ്, അതുപോലെ തന്നെ സൽചിന്താഗതിക്കുറവ്, അങ്ങനെയുള്ള പ്രതികൂലമായ കുറേ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുക. പ്രത്യേകിച്ച് 7ര ശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷവശങ്ങളും അവർക്ക് വന്നു ചേരാം. എന്നാൽ സ്ഥിരം ജോലിയും സ്ഥിര വരുമാനവും ഉള്ളവർക്ക് ഇത് ബാധകമല്ല. അല്ലാത്തവരെ സംബന്ധിച്ചാണ് നാളത്തെ ദിവസം അവർക്ക് നേട്ടമൊന്നും വന്നു ചേരത്തില്ല. പ്രത്യേകിച്ച് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള ഏതെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാം എന്നുള്ളതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം. മഹാദേവൻ്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണം. കൈലാസനാഥൻ്റെ ശക്തി കൊണ്ട് അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകണം. അതിനുവേണ്ടി മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും വന്നു ചേരും. നാളത്തെ ദിവസം എല്ലാവരും മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നന്ദി, നമസ്കാരം. നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.